നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിഞ്ഞാലക്കുട. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണ തുടർച്ചയെന്ന ആത്മവിശ്വാസത്തിൽ LDFും വെല്ലുവിളി ഉയർത്താനുള്ള ശ്രമത്തിൽ UDFും NDAയും. 1995 ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകരണ കാലഘട്ടം മുതൽ LDFിന്റെ കുത്തകയാണ് ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത്. 2010 പൊറത്തുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ ലയിച്ചതിനു ശേഷം കാറളം, കാട്ടൂർ, പറപ്പൂക്കര, മുരിയാട് എന്നിങ്ങനെ 4 പഞ്ചായത്തുകളാണ് ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലുള്ളത്. കാർഷിക മേഖലയായ ഈ പഞ്ചായത്തുകൾ പരമ്പരാഗതമായി LDFിനെയാണ് തുണയ്ക്കാറ്. ഇത് ഇക്കുറിയും ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് LDF നേതൃത്വം. 13 ഡിവിഷനുകൾ ഉണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ ഇക്കുറി 14 ഡിവിഷനുകളിലായി വർദ്ധിച്ചിട്ടുണ്ട്. 2020 13 ഡിവിഷനുകളിൽ 12ലും ജയിച്ചു കയറിയത് LDF ആയിരുന്നു. ഒരു സീറ്റ് മാത്രമാണ് UDFിന് ലഭിച്ചത്. ഇത്തവണ മുഴുവൻ സീറ്റുകളിലും വിജയമുറപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF നേതൃത്വം. എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി അതിൽ മാറ്റമുണ്ടാകുമെന്നാണ് UDF നേതൃത്വത്തിന്റെ പ്രതീക്ഷ. രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായതും മികച്ച സ്ഥാനാർത്ഥികളും ഡിവിഷനുകളിലെ മികച്ച പ്രവർത്തനവും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് UDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ബ്ലോക്ക് പഞ്ചായത്തിൽ തങ്ങളുടെ സാന്നിധ്യം തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് NDA. സ്ഥാനാർത്ഥികളുടെ മികവ് അനുകൂല ഘടകമാകുമെന്നാണ് NDA നേതൃത്വത്തിന്റെ പ്രതീക്ഷ. കരാഞ്ചിറ, കാറളം, തൊട്ടിപ്പാൽ, പറപ്പൂക്കര, നെല്ലായി, ആലത്തൂർ, പാറേക്കാട്ടുകര, മുരിയാട്, കാപ്പാറ, പുല്ലൂർ, കിഴുത്താണി, വെള്ളാനി, താണിശ്ശേരി, കാട്ടൂർ എന്നിങ്ങനെ 14 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളാണുള്ളത്. ഇരിഞ്ഞാലക്കുട നഗരസഭ 18ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജോസഫ് ചാക്കോയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ ഔസേപ്പ് ഉണ്ണി ആലൂക്കൽ ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഈനാശു, കൺവീനർ അഡ്വക്കേറ്റ് ഹോബി ജോളി, ഷാജു പാറേക്കാടൻ, ജോസഫ് അക്കരക്കാരൻ, ജോസഫ് മാളിയേക്കൽ, രവി ആനന്ദത്തുപറമ്പിൽ, ഗീത ബിനോയ്, ഹിലോ മാത്യു, റോസി ജെയിംസ് ചക്കാലക്കൽ, ഈനാശു നെടുമ്പാക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ 18ാം വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ്. എൻ്റെ ചിഹ്നം മെഴുതിരിയാണ്. അറിയാം, 30 വർഷത്തോളം ഏറെയായി ഈ വാർഡിൽ സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. അതിനെല്ലാം പ്രചോദനം നൽകിയത് ഈ വാർഡിലെ നമ്മുടെ സഹപ്രവർത്തകരാണ്. അവരുടെ ഊർജവും അവരുടെ ശക്തിയുമാണ് എനിക്ക് ഈ പ്രവർത്തനത്തിനും മുൻകരുതലായിട്ടും എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ വാർഡിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ വാർഡിലെ സകല എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ളൊരു പ്രവർത്തനമായിരിക്കും. ഈ വാർഡിൻ്റെ ഒരു വികസനം തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ ഇവിടുത്തെ എല്ലാ ജനങ്ങളോടും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് മെഴുതിരി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സ്റ്റഡീസിന്റെ 33ാം വാർഷികവും കോട്ടിംഗ് സെറിമണിയും ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് കോളേജ് ഓഡിറ്റോറിയത്തിൽ മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജെസി, ബിന്ദു രാജൻ, തനിമ ജോഷി, ബിന്ദു ജോണി എന്നിവർ പ്രസംഗിച്ചു. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സ്റ്റഡീസ് ഈ സ്ഥാപനം അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റം നടത്തുന്ന ഒരു സ്ഥാപനം. ബഹുമാനിയായ ഡയറക്ടർ സൂചിപ്പിച്ചു, 33 വർഷങ്ങൾക്ക് മുമ്പ് ചാലക്കുടിയിൽ 15 കുട്ടികളുമായി ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പിന്നീട് സ്മരണകളിൽ പടിപടിയായി വളർന്ന ഉജ്ജ്വലമായ ഒരു സ്ഥാപനമായി ഇപ്പോൾ മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. പാരാമെഡിക്കൽ കോഴ്സുകൾ ഭംഗിയായി നടക്കുന്ന ഒരു സ്ഥാപനമല്ല. ഈ സ്ഥാപനം നമ്മുടെ നാടിന് മുതൽക്കൂട്ടാണ്. നമ്മുടെ കുട്ടികൾക്ക് ഒരു ശരണം കേന്ദ്രമാണ്. എത്രയോ വ്യക്തികളാണ് ഈ സ്ഥാപനത്തിൽ പഠിച്ചത്. അവരുടെ ജീവിതം നന്നായി കരുപിടിപ്പിച്ച് മുന്നോട്ട് പോയി. ഇരിഞ്ഞാലക്കുട സേവാഭാരതി ആരോഗ്യ വിഭാഗവും കൊമ്പടിഞ്ഞാമാക്കൽ ലയൺസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ നേത്രതിമിര പരിശോധനാ ക്യാമ്പ് യോഗക്ഷേമ സഭ മുൻ ജില്ലാ സെക്രട്ടറി കാവനാട്ട് കൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജോൺസൺ കോലങ്കണ്ണി,
ഐ ഫൗണ്ടേഷൻ കോർഡിനേറ്റർ ശിവൻ എന്നിവർ ആശംസകൾ നേർന്നു. ക്യാമ്പ് കോർഡിനേറ്റർ രാജലക്ഷ്മി സ്വാഗതവും മെഡിസെൽ പ്രസിഡന്റ് മിനി സുരേഷ് നന്ദിയും പറഞ്ഞു. സെക്രട്ടറി സായിറാം, ട്രഷറർ രവീന്ദ്രൻ, വാനപ്രസ്ഥാശ്രമം പ്രസിഡന്റ് ഗോപിനാഥ് പീടികപ്പറമ്പിൽ, സേവാഭാരതി വൈസ് പ്രസിഡന്റ് സുധാകരൻ, സമീറ, മെഡിക്കൽ കോർഡിനേറ്റർ ജഗദീഷ് പണിക്കവീട്ടിൽ, വിദ്യാ സജിത്, ഷീന ബാബു, സൗമ്യ സംഗീത് എന്നിവർ നേതൃത്വം നൽകി. നമുക്കറിയാം, ഈ ക്യാമ്പുകളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴും സൗജന്യമാണെന്നൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ റേഷൻ കാർഡ് അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഈ റേഷൻ കാർഡിൻ്റെ അടിസ്ഥാനത്തിലാണ് പാവപ്പെട്ടവരെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇത് നമ്മളാരും അല്ല ചെയ്ത് വെച്ചാണ്, ഗവൺമെൻറ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് നമ്മളത് നോക്കിയാണ് ഈ പാവപ്പെട്ടവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാവപ്പെട്ട ആളുകളാണെങ്കിൽ ഞങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾ പാവപ്പെട്ടവരാണ്. നിങ്ങളിൽ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടാവും. ഇൻഷുറൻസ് ഉള്ള ആളുകൾക്ക് സൗജന്യമാണ്, അല്ലാത്തവരെ പണക്കാരായിട്ടാണ് പരിഗണിക്കുക. അതുകൊണ്ട് ആ പണക്കാർ ചെറിയൊരു സഹായം. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് അക്വാട്ടിക് ഷട്ടിൽ അക്കാദമിയും AJKBAയും സംയുക്തമായി സംഘടിപ്പിച്ച ഓൾ കേരള ജൂനിയർ ബാഡ്മിന്റൺ ടൂർണമെന്റ് ക്രൈസ്റ്റ് അക്വാട്ടിക് ഷട്ടിൽ അക്കാദമി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. TDBSA പ്രസിഡന്റ് ബാബു മേച്ചേരിപ്പടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ മുഖ്യാതിഥിയായിരുന്നു. കാസ ഇരിഞ്ഞാലക്കുട സെക്രട്ടറി പീറ്റർ ജോസഫ് M സ്വാഗതവും ട്രഷറർ ടോമി മാത്യു നന്ദിയും പറഞ്ഞു. ക്രൈസ്റ്റ് ഇരിഞ്ഞാലക്കുടയുമായി ബന്ധപ്പെട്ട് സ്പോർട്സിന് ഇത്രയധികം ഫെസിലിറ്റീസ് ഉള്ള ഒരു സ്ഥലം ഇപ്പോൾ കേരളത്തിലില്ല. 3 കോർട്ട് ഇവിടെ ഉണ്ട്. 3 കോർട്ട് അവിടെ കാറ്റൽ സർക്കിളുണ്ട്. ലയൺസ് ക്ലബിൽ വേറൊരു കോർട്ട്, 7 കോർട്ട്, വുട്ടൻ കോർട്ടുകൾ ഉള്ളൊരു നാട്. പക്ഷേ ഇവിടെ ഫ്ലാറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ വന്ന് താമസിച്ച് കോച്ചിങ് എടുക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. വീണ്ടും ബാസ്കറ്റ് ബോള് 12 ബാസ്കറ്റ് കോർട്ടാണ് ഇതിന് ചുറ്റുവട്ടത്തുള്ളത്. സ്വിമ്മിങ് ഇതിന് താഴെയുണ്ട്. ജിമ്മ് ചെയ്യാനുള്ളതുണ്ട്. ട്രാക്കിൽ ഓടുന്നുണ്ടെങ്കിൽ അവിടേക്ക് പോയി ഓടാവുന്ന സാധനങ്ങളുണ്ട്. വോളിബോൾ അവിടെയുണ്ട്, ബാസ്കറ്റ് ബോൾ അവിടെയുണ്ട്, നെറ്റ് ബോൾ അവിടെയുണ്ട്, തുടങ്ങി ടേബിൾ ടെന്നീസ് വലിയ സുന്ദരമായ അക്കാദമി അവിടെ നടക്കുന്നുണ്ട്. ഇത്രയധികം സൗകര്യങ്ങളുള്ള ഒരു നാടാണ്, അനുഗ്രഹീതമായിട്ടുള്ള നാടാണ് ഇരിഞ്ഞാലക്കുട എന്നുള്ളത് നിങ്ങളെ അറിയിക്കാനും കൂടെ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇരിഞ്ഞാലക്കുട ആൾക്കാർ നല്ലവരായതുകൊണ്ട് ഇത് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. ഇത് ഈ ബിൽഡിംഗ് 1 ലക്ഷം രൂപ വീതം ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ആളുകൾ സംഭാവന ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ അക്വാട്ടിക് കോംപ്ലക്സ് ഇവിടെ കെട്ടിപ്പണിക്കുന്നത്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.